വയനാട് അഞ്ചുകുന്ന് വെള്ളരിവയൽ മുട്ടമ്മൽ ആദിവാസി നഗറിൽ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് 10-ലേറെ കുടുംബങ്ങൾ. അവരിപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. കനത്ത മഴയിൽ വീടുകൾക്ക് ചുറ്റും വെള്ളമെത്തി പുറം ലോകവുമായുള്ള ബന്ധമില്ലാതായി. പഞ്ചായത്ത് അധികൃതർ എത്തി, പക്ഷേ ക്യാമ്പിലേക്ക് ഇവരെ സുരക്ഷിതമായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇക്കാര്യത്തിൽ ഇടപെടലുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദീപക് മോഹന്റെ റിപ്പോർട്ടിലേക്ക്. ഏതായാലും റിപ്പോർട്ടർ വാർത്താ TV സംഘം അങ്ങോട്ടേക്ക് പോകുകയാണ്. എങ്ങനെയെങ്കിലും ഇവരെ കരയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇനി നമ്മൾ നടത്തും. ആദിവാസി നഗറിലെ കുടുംബങ്ങൾ പുറം ലോകവുമായി ബന്ധപ്പെടുന്നത് ഈ ചങ്ങാടം ഉപയോഗിച്ചാണ്. ഇവരുടെ സ്ഥലത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് നീളത്തിലൊരു കയർ കെട്ടി ഈ കയർ പിടിച്ചാണ് ചങ്ങാടത്തിലൂടെ ഇവർ പുറം ലോകത്തേക്ക് പോകുന്നത്. ഈ ക്യാമ്പിലേക്ക് ഇപ്പോൾ എങ്ങനെയാണ് മാറുക നിങ്ങൾ? ഈ മക്കളെയും കുട്ടിയും കൊണ്ട് എങ്ങനെ പോവാന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് വലിയവർക്കൊക്കെ കാണുമ്പോൾ പാണ്ടിയിലാണ്, തൊലിപ്പുള്ള സ്ഥലമൊക്കെയാണ്. ഒറ്റ കുന്ന് പോകാൻ പറ്റില്ല, അവർക്കും പേടിയായി തുടങ്ങി. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. വെള്ളം കയറിയാൽ ഇപ്പോൾ എന്തെങ്കിലും വൈ ആക്കേണ്ട വരും. രാത്രി ഉറക്കില്ല. ഇന്നലെ അവർ വന്നു പഞ്ചായത്തിൽ നിന്ന്. അവർ നമ്മൾ പറഞ്ഞു നമുക്ക് കുഴപ്പമൊന്നുമില്ല, കടക്കാൻ പറ്റുന്നു. എന്നിട്ട് ഇന്നലെ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അരിയൊക്കെ നമുക്ക് കുഴപ്പമില്ലെങ്കിൽ അക്കരെ കടന്നാൽ മതി. പിന്നെ ഈ കേരളം സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോളി, നമുക്ക് അരിയിലൊക്കെ ഇവിടെ എത്തിത്തരുന്നു. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഇന്നലെ വന്നിട്ട് അവർ വില്ലേജിൽ നിന്ന് വില്ലേജ് ഓഫീസറൊക്കെ വന്നിട്ട് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ മാറാത്ത. വെള്ളം ഇപ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇപ്പോൾ കടക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഈ പാണ്ടി കൊണ്ട്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് ഈ താൽക്കാലികമായി ഉണ്ടായിരിക്കുന്ന ചങ്ങാടത്തിൽ പോകുക എന്ന് പറയുന്നത് ഇവരുടെ സുരക്ഷയെ ബാധിക്കും, വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോണിയോ അങ്ങനെ എന്തെങ്കിലും ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ ഇവിടെ എത്തിച്ച് ഇവിടെ നിന്ന് പുറം ലോകത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. എന്താ ആമേ സ്ഥിതി ഇവിടെ? എങ്ങനെയാണ് വെള്ളം? എല്ലാ പ്രാവശ്യം വെള്ളം എല്ലാ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലമൊന്നും വെള്ളം കയറില്ലായിരുന്നു. ഈ പ്രാവശ്യം 2-3 പ്രാവശ്യം വെള്ളം കയറിയിട്ടും കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഓർക്ക പുറത്താണ് ഇത്തരം വെള്ളം കയറിയത്. ഇപ്പോൾ വെള്ളം കയറി ഞങ്ങൾ കുടുങ്ങൂലേ? വെള്ളം കയറിയാൽ കുടുങ്ങാണ്ട് എന്താ, ഞങ്ങൾ പോയാൽ തന്നെ ഞങ്ങൾ ചോദിക്കാൻ വരെ ആരുമില്ല. ആർക്കും ചോദിക്കാനും അവർക്കും ഇങ്ങോട്ട് വരാനും പറ്റില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. ഇതാണ് ഇവർ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത്. 4 കമ്പുകൾ നാട്ടി അതിന് നടുവിലായി ഒരു തുണി കെട്ടി താഴെയായിട്ട് കലം വെച്ചിട്ടുണ്ട്. ഈ കലത്തിലേക്കാണ് മഴവെള്ളമാണ് ഇവർ കുടിക്കാനെടുക്കുന്നത്. മാത്രമല്ല ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ ഇവിടെ എത്തി ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം. നിരവധി കുട്ടികളും സ്ത്രീകളും എല്ലാമുള്ള ഒരു ആദിവാസി നഗരമാണിത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം നേരം ഇവിടെ പിടിച്ച് നിൽക്കാൻ കഴിയില്ല. കൂടുതൽ മഴ കനത്താൽ ഇനിയും ഇവരുടെ ജീവിതം ദുസ്സഹമാവും, ദുരിതമാവും. ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നടപടികൾ അധികൃതർ ഉടൻ തന്നെ കൈക്കൊള്ളണമെന്നാണ് ഇവർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ, റിപ്പോർട്ടർ വയനാട്.